ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1450 ദിവസമായ ഇന്ന് 2025 മെയ് മാസം 4 തീയതി ഞായറാഴ്ച, 1200 ആണ്ട് മേടമാസം 21 തീയതി. ഗുരുവചനങ്ങളിലൂടെ അഹിംസാവ്രതം പാലിക്കുന്നവനിൽ ഹിംസ്രജന്തുക്കളും അല്ലാത്തവയും അമ്മയിലെന്ന പോലെ സന്തോഷം കൊണ്ട് വിശ്വാസമുള്ളവരായിത്തീരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 18ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ഉപദേശപ്രകാരം തിരുവിതാംകൂറിലെ വൈക്കം എന്ന പ്രദേശത്തുള്ള ഒരു പുരാതന ക്ഷേത്ര സംഗീതമാണ് സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുത്തത്. അസമത്വവും അനീതിയും അന്ന് ഏറ്റവും പ്രബലമായി അനുഭവപ്പെട്ടു വന്നതും അവിടെ തന്നെയായിരുന്നു. സമരത്തിൽ പങ്കെടുക്കുവാൻ ധർമ്മഭടന്മാർ തെക്കേ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും വന്നു ചേർന്നു. സമരത്തെ നിയന്ത്രിക്കുന്ന നിർദ്ദേശങ്ങൾ അഹമ്മദാബാദിൽ നിന്നും മഹാത്മാഗാന്ധി തുടരെ അയച്ചുകൊണ്ടിരുന്നു. വൈക്കത്ത് നാരായണ ഗുരുവിനുണ്ടായിരുന്ന സ്ഥലവും സ്ഥാപനവും സമരത്തിൻ്റെ ആവശ്യത്തിനായി വിട്ടുകൊടുത്തു. സമരത്തിൽ പങ്കെടുത്ത ആളുകളിൽ ഒട്ടുമുക്കാൽ പേരും ഗുരുവിൻ്റെ അനുയായികളായിരുന്നു. സമരത്തിൻ്റെ പിന്തുണ നൽകുവാനായി ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ജനങ്ങളും പണവും അധികമായി വന്നു തുടങ്ങിയതോടുകൂടി വളരെ കാലമായി അടക്കി വച്ചിരുന്ന അമർഷവും കണക്കിലധികം വളർന്നു. ഗുരു സത്യാഗ്രഹ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ധർമ്മഭടന്മാരെ പ്രോത്സാഹനാർത്ഥം അനുഗ്രഹിക്കുകയും ചെയ്തെങ്കിലും തനിക്ക് സഹജമായ നിർമ്മതത്വം ഉപേക്ഷിച്ചില്ല. ഉന്നത ജാതിക്കാർ എന്ന് വിളിച്ചു പോരുന്നവർക്ക് മാത്രമായി തിരുവിതാംകൂർ സർക്കാർ സംരക്ഷിച്ചിരുന്ന രാജപാതയിൽ ധർമ്മഭടന്മാർ പറ്റം പറ്റമായി പ്രവേശിച്ചു. അവരെ തടയുവാൻ പോലീസുകാർ കാവൽ നിന്നിരുന്നു. യാതൊരു പ്രതികരണവും കൂടാതെ മർദ്ദനങ്ങൾ സഹിച്ചുകൊണ്ട് ധർമ്മഭടന്മാർ ഉച്ചവെയിലിലും പേമാരിയിലും സഹനസമരം നടത്തിക്കൊണ്ടിരുന്നു. യാഥാസ്ഥിതികരുടെ മനസ്സിന് മാറ്റം വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് മാസങ്ങൾ തന്നെ തള്ളി നീക്കി. വികാരങ്ങൾ ദിവസം പ്രതി കൂടുതൽ ഊഷ്മളമായി തീർന്നു. ഭരണശക്തിയുടെ മർദ്ദന പരിപാടികൾ കൂടുതൽ കർക്കശമാക്കി. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി.